കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിനായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 16 വാക്യം. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകളെല്ലാം ഇപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത്, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. പ്രൈസലോ. ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ നല്ലൊരു ആശ്വാസമല്ലേ. പ്രൈസലോ. ഒരുപാട് വചനങ്ങൾ നാം വായിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് വചനങ്ങൾ നാം പഠിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ എന്റെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു എന്ന യഹോവയായ ദൈവം ഇസ്രായേൽ പറയുമ്പോൾ അവരതിൽ സന്തോഷിക്കുന്നു. അങ്ങനെയെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് എത്ര വലിയ സന്തോഷിക്കാൻ കഴിയുന്ന വാക്യമായത്. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു പറയുന്നത്. പിന്നെ നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്, ആരെയാണ് പേടിക്കേണ്ടത്? ഇവിടെ കർത്താവിന്റെ മുറിവേറ്റ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. ഈശ്വരോ. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഏകദേശം 49:12 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാ അവർ ദൂരത്തു നിന്നും, ഇവർ വടക്കു നിന്നും പടിഞ്ഞാറു നിന്നും, ഇവർ സിനി ദേശത്തു നിന്നും വരുന്നു. ആകാശമേ ഘോഷിച്ചുല്ലസിക്കുക, ഭൂമിയെ ആനന്ദിക്കുക, പർവ്വതങ്ങളെ പൊട്ടി ആർക്കുവിൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തന്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു എന്ന് ഒക്കെ അവിടെ കാണുന്നു. 14 വാക്യം എന്താണ്? സിയോനെ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. 15 വാക്യം, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന ആശ്വാസ വാക്കുകൾ വചനം പറഞ്ഞിട്ടാണ് ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു പറയുന്നത്. ഈ വാക്യത്തെക്കുറിച്ച് പഠിക്കും. 12 വാക്യത്തിൽ പറയുന്ന സിനിദേശം എന്ന് പറയുന്നത് ചൈനയാണെന്നാണ് ഒരു നല്ല ശതമാനം ആളുകളുടെയും ചിന്തകളും ചിന്താഗതികളും പഠിപ്പിക്കലുമല്ല. ഹല്ലേലൂയ. 14 വാക്യത്തിൽ യഹോവ തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് സിയോൻ വിലപിക്കുന്നുണ്ടെങ്കിലും ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന യഹോവയായ ദൈവത്തിന്റെ ആശ്വാസ വാക്കുകൾ അവിടെ കാണുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അവരെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, 15 വാക്യത്തിൽ വരുമ്പോൾ കാണുന്നുണ്ട്, അവരെ ഉപദ്രവിക്കുന്നവരെ ദൈവം അല്ലെങ്കിൽ ന്യായം വിധിക്കും. അങ്ങനെ അവരിൽ കൂടി ദൈവം മഹത്വം എടുക്കും. ഹല്ലേലൂയ. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ് വീണ്ടും അവരെ ആശ്വസിപ്പിക്കുന്നതായിട്ട് 26 വാക്യം കാണാൻ കഴിയും. 26 വാക്യത്തിൽ പറയുന്നത്, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും, വീഞ്ഞു പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് ലഹരി പിടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ, നിന്റെ വീണ്ടെടുപ്പുകാരൻ ആകുന്നുവെന്നും സകലജനം അറിയും. ഇതൊക്കെ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആശ്വാസ വാക്കുകളും ഇസ്രായേലിനെ ഞെരുക്കുന്നവരെ ദൈവം ന്യായം വിധിക്കുമെന്നും ഇസ്രായേലിലൂടെ ദൈവം മഹത്വപ്പെടുമെന്നും ഒക്കെ ദൈവം നമുക്ക് നൽകിത്തരുന്ന ഈ ആലോചന, ഇസ്രായേലത്തെ ആശ്വസിച്ച ആലോചന നമുക്കും വളരെ ബാധകമാണ്. പ്രൈസ്. ഈ ലോകത്തിൽ ആരെല്ലാം നമ്മെ മറന്നു കളഞ്ഞാലും ഉപേക്ഷിച്ച് കളഞ്ഞാലും, ആമീൻ, പെറ്റ തള്ള പോലും നമ്മെ മറന്നു കളഞ്ഞാലും ഒരിക്കലും നമ്മെ മറന്നു കളയാതെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതാണ് നമ്മൾ അനുഭവിക്കുന്ന ആശ്വാസം എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല, പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ മുറിവേറ്റ കാര്യം പാണിയാൽ തറയപ്പെട്ട ആ ഉള്ളംകരത്തിൽ നമ്മളെല്ലാം സുരക്ഷിതരാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങൾ നമുക്ക് വേണ്ടി ആണിയാൽ തറയപ്പെട്ടുവെങ്കിലും അവന്റെ കൈവെള്ളയിലൂടെ രക്തം ചിന്തിയെങ്കിലും, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ എത്ര സുരക്ഷിതരാണ്. പ്രൈസ്. ലോകപ്രകാരം നാം നോക്കുമ്പോൾ ജഡത്തിൽ വസിക്കുമ്പോൾ ശത്രുക്കൾ നമുക്ക് ഒരുപാടുണ്ട്. പോരുകളും പോരാട്ടങ്ങളും ഉണ്ട്, വെല്ലുവിളികളുണ്ട്. അത് സകല ഭാഗങ്ങളിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, ബന്ധങ്ങളിൽ നിന്നും, ആമേൻ, ദേശത്തു നിന്നും, ചാർച്ചക്കാരിൽ നിന്നും,
അയൽവാസികളിലും സമൂഹത്തിൽ നിയമത്തിന്റെ മുന്നിൽ നിന്നും മതങ്ങളിൽ നിന്നെല്ലാം നമുക്ക് പോരുകൾ വരുന്നുണ്ട്. നമ്മൾ ജഡത്തിൽ വസിക്കുന്നിടത്തോളം നമുക്കതുണ്ടാവും. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയോടും സ്വലോകത്തിലെ ദുർത്താത്മസേനയോടുമാണെന്ന് നമ്മൾ എഫേസ്യലേഖനം വായിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ പോരുകളും നാനാവിധത്തിൽ നമുക്ക് കടന്നു വന്നാലും എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ദൈവത്തിന്റെ ഉള്ളംകരങ്ങളിൽ നീ സുരക്ഷിതരാണ്. പ്രൈസറോ. അപ്പൊ സകല പ്രശ്നങ്ങളും നിനക്ക് നേരെ വരുമ്പോൾ നിലയില്ല കയറ്റി നീ മുങ്ങുന്നത് പോലെ നിനക്ക് തോന്നുന്ന സന്ദർഭങ്ങളിൽ നീ ദൈവസനി സുരക്ഷിതനായിരിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിന്റെ രക്ഷിതാവായി മാറണം. പ്രൈസറോ. നീ തകർന്നിരിക്കുന്ന വേളകളിൽ, മുറിവേറ്റിരിക്കുന്ന വേളകളിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ, എങ്ങനെ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ എന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്റെ മാറോട് ചേർത്ത് പിടിക്കാൻ യേശു നിനക്കുണ്ടാകും. പക്ഷെ നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം, രക്തം ചെയ്യണം. അപ്പൊ ഇസ്രായേൽ ഞെരുക്കുന്നവരെ ദൈവം ഞെരുക്കും. പ്രൈസറോ. അപ്പൊ അവരെ ന്യായവിധിക്കുന്നതൊക്കെ ദൈവമാണ് എന്ന് പറഞ്ഞവൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ആരെങ്കിലും ഞെരുക്കിയാൽ നിങ്ങൾ അവരോട് പ്രതികാരത്തിന് നിൽക്കണ്ട. അവരോട് പ്രതികാരം മറുപടി പറയാൻ നിൽക്കണ്ട. ദൈവം അവർക്ക് പ്രതികാരം ചെയ്യും. ഹല്ലേലൂയ. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ക്രൈസ്തവ സമൂഹത്തെ ഞെരുക്കുന്ന സകലോടും ദൈവത്തിന്റെ വചനം പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-26 വാക്യത്തിൽ ഇങ്ങനെ, നിന്നെ ഞെരുക്കുന്നവരെ, ഇസ്രായേൽ ജനത്തെ ഞെരുക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റും, വീഞ്ഞുപോലെ സ്വന്തം രക്തം കുടിപ്പിച്ച് അവർക്ക് ലഹരി പിടിക്കും. ഹല്ലേലൂയ എന്നാ വചനം പറയുന്നത്. അപ്പം പ്രതികാരം നമ്മുടെ കർത്താവിനുള്ളതാണ്. ദൈവമക്കൾക്ക് ഒരിക്കലും പ്രതികാരം പാടില്ല, പ്രതികാര മനോഭാവം പാടില്ല. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കും, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ, ക്രൂശിൽ വെച്ച് ആണികളാൽ തറയ്ക്കപ്പെടുന്നതിന് വേണ്ടി യേശുക്രിസ്തു തന്റെ കരങ്ങൾ ആമെ സന്തോഷത്തോടെ നീട്ടി. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ തന്റെ കരങ്ങൾ ആണികളാൽ തറയ്ക്കപ്പെടാൻ വേണ്ടി ഹല്ലേലൂയ സന്തോഷത്തോടെ കരങ്ങൾ നീട്ടിക്കൊടുത്തു. ലോകം മുഴുവനും സൃഷ്ടിച്ച അവന്റെ സ്നേഹഹസ്തങ്ങളിൽ മനുഷ്യൻ ഹല്ലേലൂയ ആ കരത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആണി അടിച്ചിറക്കി. മരം കീറുവാനായി ഉപയോഗിക്കുന്ന ആപ്പ് പോലെയുള്ള കൂർത്ത വലിയ ആണികൾ അവന്റെ കയ്യിൽ തറച്ചു എന്നുള്ളതാണ്. ഈ കാണുന്ന ലോകത്തെ മുഴുവൻ, ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ ഭൂമിയിൽ വീഴുന്ന സകല സസ്യാദികളെയും സകല പക്ഷി മൃഗജാതികളെയും സൃഷ്ടിച്ചവൻ, മനുഷ്യനെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചവന്റെ കരങ്ങളില് വലിയ മരം ആമി ചുറ്റിക ആപ്പ് വെച്ച് കീറുന്നത് പോലെ യേശുവിന്റെ കരങ്ങളിൽ അവർ കൂർത്ത കാരിരുമ്പാണി അടിച്ചിറക്കി. പ്രൈസലോ. നമ്മളിത് ചിന്തിച്ചു നോക്കിയ, നിങ്ങൾ ഈ ആപ്പ് വെച്ച് മരം കീറുന്നത് കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് ലോഡിങ്ങുകാരനായിരുന്ന സമയത്ത് ഹല്ലേലൂയ ആപ്പ് വെച്ച് മരം കീറി പൊട്ടിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. വിറക് കീറുമ്പോൾ ആപ്പ് വെച്ച് കീറും. അപ്പൊ നമ്മൾ ഈ ആപ്പ് മരത്തിലേക്ക് വെച്ചിട്ട് ആമി കൂടത്തിനടിക്കുമ്പോൾ യാതൊരു ദയയും കാണിക്കത്തില്ല. കാരണം ആപ്പ് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ആ മരം പൊട്ടിക്കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സകല ശക്തി എടുത്ത് നമ്മൾ ആ കൂർത്ത ആപ്പ് ആ മരത്തിൽ അടിച്ചിറക്കും. അവിടെ ദയയില്ല എന്ന് പറഞ്ഞതുപോലാണ് പ്രിയ സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സകലത്തെ സൃഷ്ടിച്ച സ്നേഹഹസ്തങ്ങൾ ആ കരങ്ങളിലേക്ക് ഈ ലോകം അല്ലരിയ മരത്തിൽ അടിച്ചിറക്കുന്നത് പോലെയുള്ള കാരിരുമ്പാണി അല്ലരിയ ആ കാരിരുമ്പാണി എന്ത് ചെയ്തു? അടിച്ചിറക്കിയത്. ഹല്ലേലൂയ സ്തോത്രം. ആ കരം ക്രൂശിനോട് ചേർത്ത് വെച്ചു അല്ലൊരു ആണി അടിച്ചിറക്കിയപ്പോൾ നമ്മുടെ കർത്താവ് എത്രമാത്രം വേദന അനുഭവിച്ച് കാണും. മരത്തിൽ ആപ്പ് വെച്ച് അടിച്ചിറക്കുമ്പോൾ മരം പൊട്ടിക്കീറുന്നത് പോലെ ആ മരത്തിന്റെ അല്ലൊരു അകത്ത് പൊട്ടലും ചതവും മുറിവും ഏൽക്കുന്നത് പോലെ മരത്തിന് ജീവനില്ല. പക്ഷെ ഇവിടെ മനുഷ്യനായി വന്ന യേശുവിന്റെ കരങ്ങളിലാണ് ഈ ജനം ആണി അടിച്ചിറക്കിയത്. ആ സ്നേഹഹസ്തങ്ങളിലാണ്, ആ സ്നേഹത്തിന്റെ കരങ്ങളിലാണ്, ആ മുറിവേറ്റ കരങ്ങളിലാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സുരക്ഷിതത്വം പറയുന്നത്. ലേരിയം നമുക്ക് അവിടെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത്. നമ്മുടെ യേശുവിന്റെ സ്നേഹം അവിടെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്നേഹത്തോടെ കരങ്ങൾ നീട്ടിക്കൊടുത്ത് ലോകത്തിന് മുമ്പിൽ ആണിയടിച്ചു എന്ന് പറഞ്ഞ്
എന്തിനാണ് പാപിയായി കിടക്കുന്ന, പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന, ദൈവത്തിന് അകന്നു പോയ ഒരു വലിയ കൂട്ടം ജനത്തെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തോട് ചേർത്ത് പിടിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ കരങ്ങൾ നമുക്ക് വേണ്ടി നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. പടയാളികൾ അവന്റെ കരങ്ങളിൽ കാര്യരുമ്പാണി അടിച്ചിറക്കി. അല്ലെങ്കിൽ എത്ര ക്രൂരമായ അനുഭവമായിരുന്നു. ഫ്രൈസ്. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച ആ വേദന അത് എത്ര വലുതായിരുന്നു എന്ന് നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ദൈവവചനം പഠിക്കുന്ന ഓരോ പഠിതാക്കൾക്കും ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഇനിയുള്ള കാലം ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണു പോകാതെ, പാപ ഇമ്പങ്ങളിൽ വീണു പോകാതെ, ആ മുറിവേറ്റ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു കൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്നതോടെ ആശ്വസിപ്പിക്കുന്ന ദൈവ സ്നേഹം അനുഭവിപ്പാൻ സഹോദര ദൈവം നിന്നെ വിളിക്കുക, സഹോദരി ദൈവം നിന്നെ വിളിക്കുക. ഇപ്പോൾ നീ കടന്നു പോകുന്ന പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്നെ വിടിവിക്കുവാൻ, രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയാതെ വരുമ്പോൾ, മതങ്ങൾക്കും മത നേതാക്കന്മാർക്കും കഴിയാതെ വരുമ്പോൾ, ഹല്ലേലൂയ, നീ കൊണ്ടു നടക്കുന്ന യാതൊരു സത്യങ്ങൾക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയാതെ എല്ലാം പരാജയപ്പെടുമ്പോൾ യേശു നിന്നെ രണ്ട് കരങ്ങളിൽ നീട്ടി വിളിക്കുന്നു. നീ എന്റെ കരങ്ങളിൽ സുരക്ഷിതനായി തീരുവാൻ, നീ എന്റെ കരങ്ങളിലേക്ക് വന്നാൽ, എന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചാൽ, എന്റെ ഈ മുറിവേറ്റ കരങ്ങളിൽ ഞാൻ നിന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്നാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ തലോടുവാൻ, ഹല്ലേലൂയ, ദൈവം നമ്മോട് കൂടെയാ. ആമേൻ, സ്തോത്രം. നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതാണ് നമ്മൾ ഈ ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നത്. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ ആ കരങ്ങളല്ലേ കളിമണ്ണിൽ നിന്നും മനുഷ്യനെ ദൈവസാദൃശ്യത്തിൽ, ആമേൻ, സ്തോത്രം, ദൈവ ഛായയിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിൽ സൃഷ്ടിച്ചത്. ഈ ലോകം അടിച്ചിറക്കിയ, കാര്യരുപ്പാണി അടിച്ചിറക്കിയ ഹോവയായി ദൈവത്തിന്റെ കരങ്ങൾ, യേശുക്രിസ്തുവിന്റെ കരങ്ങളിലാണ്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപം സൃഷ്ടിച്ച ആ കരത്തിലാണ് ഈ ലോകം ഈ കാര്യരുമ്പാണി അടിച്ചിറക്കിയത്. ഹല്ലേലൂയ. 7 നക്ഷത്രങ്ങളെ വലം കൈയിൽ ചുമന്നുവെന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 7 നക്ഷത്രങ്ങളെ വലം കൈയിൽ ചുമന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ സർവശക്തൻ ഒരു മുഖ്യ ലക്ഷ്യത്തിനായി തന്റെ കരങ്ങളിൽ ആണികൾ ചുമന്നു തന്റെ രക്തം മുഴുവനും ചിന്തുവാൻ ആഗ്രഹിച്ചു. അപ്പൊ യേശുവിന്റെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി നൽകി. യേശുക്രിസ്തുവിന് പ്രത്യേക ദൗത്യം ഉണ്ടായിരുന്നു. യേശുവിന് പ്രത്യേകമായ ലക്ഷ്യമുണ്ടായിരുന്നു. പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന് അല്പം പോലും പിന്മാറിപ്പോകാതെ പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ വലം കൈയിൽ, ആമേൻ, അല്ലിയ, 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്നവർ കാണുന്നത്. അല്ലിയ. അവന്റെ വലം കൈയിലെ 7 നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ, അവന്റെ വലങ്കയിലുള്ള 7 നക്ഷത്രം സഭാ ശുശ്രൂഷകന്മാരെ ചൂണ്ടിക്കാണിക്കുക. ഹല്ലേലൂയ. 7 പൂർണ്ണതയെ കാണിക്കുന്നതിനാൽ ലോകമെങ്ങുമുള്ള സകല സഭാ ശുശ്രൂഷകന്മാരും ക്രിസ്തുവിന്റെ കൈകളിൽ ഭദ്രമാണെന്നാണ് അവർ രേഖപ്പെടുത്തുന്നത്. യോഹന്നാൻ പറയുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ വീണ്ടും പറഞ്ഞ ആണികളാൽ തുളയ്ക്കപ്പെട്ട അവന്റെ ബലഹീന കരങ്ങൾ ഒരു നാൾ യോഹന്നാൻ കണ്ടത്, ആ കരങ്ങൾ തന്റെ ദാസന്മാരെ ആമേൻ വഹിക്കുവാൻ ശക്തമാണെന്നാണ്. യേശുവിനോട് കൂടെ നടന്ന യോഹന്നാൻ യേശുവിന്റെ കരങ്ങളിൽ കാര്യരുമ്പാണി അടിച്ചിറക്കിയത് കണ്ടവനാണ്. അന്നത് ബലഹീനമായ കരമായിരുന്നെങ്കിൽ പിന്നത്തേതി പത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് യോഹന്നാൻ കണ്ട ദർശനം എന്താണ്? ആ ബലഹീനമായ കരങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, കർത്താവിന്റെ ശുശ്രൂഷകരെ എല്ലാം ഭദ്രമായി സൂക്ഷിക്കുവാൻ തക്ക വിധത്തിൽ ശക്തമായ കരമാണെന്ന് യോഹന്നാൻ മനസ്സിലായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ ആണികളാൽ തുളയ്ക്കപ്പെട്ടെങ്കിലും രക്തം ചെയ്യും. നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ വളരെ ശക്തമാണ്. സ്തോത്രം.
നമ്മളെയെല്ലാം വഹിക്കുവാൻ കഴിയുന്ന ശക്തിയുള്ള കരങ്ങളാണ്. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്ന് കഷ്ടം സഹിക്കുമ്പോഴും വേദന അനുഭവിക്കുമ്പോഴും നൊമ്പരങ്ങളുടെ കടന്നു പോകുമ്പോഴും കാരാഗ്രഹത്തിന്റെ വേദനകളോ സങ്കടങ്ങളോ ഒന്നും താൻ പങ്കുവെക്കാതെ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പി ലേഖനം 4:13 വായിച്ചാൽ കാണാൻ കഴിയും. അത് നിനക്കും പറയാൻ കഴിയണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ പറയണം. പ്രതികൂലത്തിന്റെ കാറ്റുകൾ നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, കൊടുങ്കാറ്റ് പോലെ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ, ആമി ചുഴലിക്കാറ്റ് നിലത്തെ പൊടിയെ വട്ടം ചുറ്റി പറപ്പിക്കുന്നത് പോലെ നിന്റെ ജീവിതം തകരുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോൾ നീ പൗലോസിനെ പോലെ വിളിച്ചു പറയണം, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. എന്റെ യേശു സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവന്റെ മുറിവേറ്റ കരങ്ങളിൽ ഞാൻ ഭദ്രമാണെന്ന് ഉറക്കെ വിളിച്ചു പറയണം. രക്തം ചെയ്യും. അപ്പം ദൈവത്തിന്റെ വചനത്തിന്റെ ആ സാന്നിധ്യമൊക്കെ നമുക്ക് അനുഭവിപ്പാൻ കഴിയണം, അല്ലേ? അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ ചിന്തിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ എത്ര വലുതാണ്. പ്രൈസലോ, കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ, ഹല്ലേലൂയ, തന്റെ കൈകാലുകളെ നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. അവർ കാരിരുമ്പാണിയാൽ തറച്ചു. അവന്റെ ശിരസ് കുനിച്ചു കൊടുത്ത് ആ തലയിൽ അവൾ മുൾക്കിരീടം അടിച്ചിറക്കി. ഹല്ലേലൂയ. അവന്റെ ശരീരം ആ സന്തോഷത്തോടെ വിട്ടുകൊടുത്തു. അവർ ഉഴവുചാല് പോലെ കീറി. ഹല്ലേലൂയ. എത്രമാത്രം പീഡാനുഭവത്തിലൂടെയാണ് നമ്മുടെ യേശു ആ ക്രൂശിലെ മരണം വഹിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം വേദനയിലൂടെ കടന്നുപോയിട്ടാണ് യേശു നമ്മെ പാപത്തിൽ നിന്ന് വേർതിരിച്ച്, പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തിന്റെ മകനായി മകളായി മാറുവാൻ നമുക്ക് യോഗ്യത തന്നത്. പ്രൈസ് ദി ലോർഡ്. എനക്കൾക്ക് നമ്മൾ സ്നേഹിത പാപിയായ നിന്റെ ജീവിതത്തിനകത്ത് ഒരിക്കലും മാനസാന്തരം വരാതെ, മാനസാന്തരമില്ലാതെ നീ എന്നേക്കുമായി മരിച്ച് നിത്യനരകത്തിൽ പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് നിന്റെ പാപത്തെ മറയ്ക്കുവാൻ, നിന്റെ പാപത്തെ നീക്കുവാൻ കഴിയുന്ന യേശുവിന്റെ രക്തത്താൽ നിന്നെ കഴുകി ശുദ്ധീകരിച്ചെടുത്ത്, ഹല്ലേലൂയ, ആ സ്വർഗീയ അനുഭവം നിനക്ക് തന്നത് ഓർക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് നീ ഭൂമിയിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നീ ഭൂമിയിലായിരിക്കുമ്പോൾ നീ ആരോഗ്യത്തോടെ നടക്കുന്നുണ്ടെങ്കിൽ, ജീവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന്റെ ദയയാണെന്ന് തിരിച്ചറിയണം. കർത്താവ് യേശുക്രിസ്തുവിനെ നിന്ദിക്കുന്നവരും അപമാനിക്കുന്നവരും പരിഹസിക്കുന്നവരും യേശുവിനെ തള്ളിപ്പറയുന്നവരും യേശുക്രിസ്തുവിനെതിരെ ഇന്നും മാരകായുധങ്ങളുമായി, യേശുക്രിസ്തുവിനെതിരെ ഇന്നും ദൈവത്തിന്റെ വചനത്തിലെ ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് നേരെ ഇന്നും, ഹല്ലേലൂയ, ആമി പ്രതികാര മനോഭാവത്തോടുകൂടി എഴുന്നേൽക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവന്റെ സംരക്ഷണം യേശുവിന്റെ കരങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും സ്വന്തം സംരക്ഷണത്തിൽ ജീവിക്കുന്നവരല്ല. നിങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ നന്മ കൊണ്ടോ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ അറിവുകൊണ്ടോ ജ്ഞാനം കൊണ്ടോ പരിജ്ഞാനം കൊണ്ടോ അല്ല നിങ്ങൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇതെല്ലാം തന്നത് കർത്താവാണ്. പക്ഷെ നിങ്ങളെല്ലാം കർത്താവിന്റെ കരുണ കൊണ്ടാണ് ഈ ഭൂമി ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. കർത്താവ്, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു. കർത്താവിന്റെ ഉള്ളംകരങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്നവർക്ക് മാത്രം, കർത്താവിന്റെ ഉള്ളംകരങ്ങളിൽ ഭദ്രമായിരിക്കുന്നവർക്ക് മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവുകൾ കർത്താവിനോട് കൂടി എടുക്കപ്പെടാൻ കഴിയുള്ളൂ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന സകല ജനത്തോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് പകൽ നിങ്ങളെ ചോദന ചെയ്യണം. നീ കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമാണോ, അതോ ലോകത്തിന്റെ ഇമ്പങ്ങളിലാണോ നീ ജീവിക്കുന്നത്? എങ്ങനെയെങ്കിലും മടങ്ങി വരണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവവചനം പറയുന്നു, ഒരു മൊട്ടു സൂചി നമ്മുടെ കയ്യിൽ കുത്തിയാൽ നാം എത്രമാത്രം വേദനിക്കുന്നുണ്ട്. ഒരു മൊട്ടു സൂചി നമ്മുടെ കയ്യിൽ കൊണ്ടാൽ നാം എത്രമാത്രം വേദനിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കൈകളിൽ അത്ര വലിയ ആണികൾ തറച്ച് ദശയും ഞരമ്പും കീറി രക്തം ഒഴുകിയപ്പോൾ, രക്തം ധാരധാരിയായി ഒഴുകിയപ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ യേശു എത്രമാത്രം വേദനയാൽ പുളഞ്ഞ് കാണും എന്ന് നമ്മൾ ആത്മാവിൽ കാണണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ കയ്യിലൊരു ചെറിയ മുട്ടുസൂചി കൊണ്ടാൽ നിങ്ങൾ എത്രമാത്രം നൊമ്പരപ്പെടുന്നു, വേദനിക്കുന്നുണ്ട്. ആ വേദനയുടെ അനുഭവം നിങ്ങൾ എത്രമാത്രം, നിങ്ങൾ എത്ര പേരോട് നിങ്ങൾ പറയും?
അല്ലേലിയ. നിസ്സാരം നിങ്ങളുടെ കൈയിൽ മുള്ളു കൊണ്ടാൽ മതി. നിങ്ങൾ ഈ എന്റെ കൈയെ മുള്ളുകൊണ്ട് ഭയങ്കര വേദന, കൈ അനക്കത്തില്ല, നീരാ, തൊടാൻ പറ്റില്ല, എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ഒഴിവ് പറഞ്ഞ് മാറുന്നവരാണ് സഹോദര സഹോദരി നിങ്ങൾ. നിങ്ങൾ മാത്രം ഞാനടക്കം അങ്ങനെ അല്ലേരിയ. പക്ഷേ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ കാരിലും പാണി അടിച്ചിറക്കിയപ്പോൾ അവന്റെ മാംസവും ഞരമ്പുകളും അസ്ഥിയും എല്ലാം പൊട്ടി ആ കൈവെള്ളയിലൂടെ രക്തം ധാരധാരയായി ഒഴുകിയപ്പോൾ യാതൊരു പരാതിയും പരിഭവവും പറയാതെ അല്ലേരിയ യേശു ആ ക്രൂശിൽ നമുക്ക് വേണ്ടി സമർപ്പിച്ചു കൊടുത്തു. രക്തം ചെയ്യും യേശുവിന്റെ ക്രൂശ്, ആ ക്രൂശ് മരണം, യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, പീഡാനുഭവത്തിൽ താൻ അനുഭവിച്ച കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ താങ്കൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ മടങ്ങി വരണം, യേശുവിലേക്ക് മടങ്ങി വരണം. കർത്താവ് നിനക്ക് വേണ്ടി ഒരു പുതിയ യെരൂശലേം ഒരുക്കുന്നുണ്ട്. ഒരു പുതിയ ഭവനം ദൈവം നിനക്ക് വേണ്ടി പണിയുന്നുണ്ട്. ഭൂമിയിൽ ആരും ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ബുദ്ധി തോന്നാത്ത, ഇവിടുത്തെ ഒരു എഞ്ചിനീയറിനും വരയ്ക്കുവാൻ കഴിയാത്ത, ഇവിടുത്തെ ആർക്കും ഒരു പ്ലാൻ തയ്യാറാക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി വലിയൊരു കെട്ടിടം ദൈവം ഒരുക്കുന്നുണ്ട്. അത് നിങ്ങൾ ആത്മാവിൽ കാണണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിന്റെ 10 തൊട്ടുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ കർത്താവ് സ്വർഗീയ യെരൂശലേമിനെ പണിതെടുക്കുക നമുക്ക് കാണാൻ കഴിയും. അല്ലേലിയ. എന്താ? അവന്റെ കരങ്ങളിൽ ഭദ്രമായിരിക്കും നിനക്ക് വാസം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിത്യത ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസോ. ഇന്ന് പകൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കണ്ണുനീരിന്റെ നടുവിലൂടെ, ദുഃഖത്തിലൂടെ, ശാപങ്ങളുമായി, അല്ലെങ്കിൽ മരണം മാത്രം ആഗ്രഹിച്ച് മതിയെന്ന് പറഞ്ഞ് വിഷക്കുപ്പിയുമായി മരിക്കും ഒരു കയറുമായി മരണം ഏതെങ്കിലും വിധത്തിൽ നടത്താനുള്ള പ്രതീക്ഷയോടും പ്രത്യാശയും ആ ആഗ്രഹത്തോടെ മരിക്കാനുള്ള പ്രത്യാശ, സ്വയം ജീവൻ എടുക്കാനുള്ള അങ്ങനെയൊക്കെ ചിലർക്കുണ്ട്. അങ്ങനെ കാത്തിരിക്കുന്നവരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ മനസ്സിന്റെ ചിന്താഗതി, തെറ്റായ ചിന്താഗതി, പിശാച് നിനക്ക് കൊണ്ടെത്തുന്ന പ്രേരണകളെ നീ നീക്കിക്കളഞ്ഞിട്ട് നീ യേശുക്രിസ്തുവിൽ പ്രത്യാശയുള്ളവനായി മാറണം. ലോകത്തിലാകരുത് നിന്റെ പ്രത്യാശ, ലോകക്കാരിലാകരുത് നിന്റെ പ്രത്യാശ. ഇവിടുത്തെ മതങ്ങളിലും മത നേതാക്കന്മാരും രാഷ്ട്രീയക്കാരിലും ഇവിടുത്തെ സമൂഹത്തിലും നിന്റെ കഴിവിനും ആകരുത് നിന്റെ പ്രത്യാശ. സാത്താനിലാകരുത് നിന്റെ പ്രത്യാശ. യേശുക്രിസ്തുവിൽ മരിക്കാനിരിക്കുന്നതോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, യേശുവിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കരങ്ങളിൽ നീ സുരക്ഷിതനായി മാറും, നിന്റെ കുടുംബം സുരക്ഷിതമായി മാറും. അല്ലേലിയ. ഇവിടെ നാം ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, എന്റെ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹപൂർവം തന്റെ കരം നീട്ടുന്ന, രക്തം ഒഴുകുന്ന കരത്തിലൂടെ നമ്മോട് നിയമം ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 13 വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. കർത്താവ് പറയാ, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. അല്ലേലിയ. ആ മുറിവേറ്റ കരങ്ങൾ, അല്ലേലിയ, ആ ഉള്ളങ്കലിൽ മുറിവേറ്റ കരങ്ങളിൽ നമ്മെ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് ആ രക്തം ഒഴുകുന്ന കരത്തിലൂടെ നമ്മോട് നിയമം ചെയ്തതാ. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് ആമേൻ നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പ്രവാചകൻ 41:13 പറയും. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ ആമേൻ ആ ഭാഗം വായിക്കുകയാണ്. പുഴുവായി യാക്കോബിന്റെ മഹത്വത്തെ കുറിച്ചോടെ പറയുക. ഇസ്രായേലിന്റെ പല പേരുകളിൽ ഈ പുസ്തകം ഹല്ലേലൂയ ഈ പുസ്തകത്തിൽ ദൈവം വിളിക്കുന്നുണ്ട്. അത് ചിലത് നമുക്ക് ചിന്തിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടതാണ്. ദാസനായ ഇസ്രായേൽ, തിരഞ്ഞെടുത്ത യാക്കോബ്, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി എന്നിങ്ങനെ. എന്നാൽ ഇവിടെ എന്റെ ദാസൻ ഇസ്രായേൽ, പരീക്ഷ, പുഴുവായ യാക്കോബ് എന്നിങ്ങനെയുള്ള സംബോധനകളാൽ ദൈവം അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ഒരു പുഴുവിനെ, അല്ലെങ്കിൽ ഒരു പുഴുവിനെ ആർക്കും കൊല്ലാം, പക്ഷികൾക്ക് കൊത്തിത്തിന്നാം, അല്ലെങ്കിൽ സ്വതവേ ആയുസ് തീരെയില്ലാത്ത ഇങ്ങനെയുള്ള നിസ്സഹായ ജീവിയെ, അല്ലെങ്കിൽ സ്തോത്രം, തന്റെ ജീവിയെ നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് തന്റെ ജനത്തിന്റെ ബലഹീനത അത്രമാത്രമേ കാണിച്ചുകൊണ്ട് കർത്താവ് പറയാണ്, നീ ഭയപ്പെടേണ്ട, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ സൂക്ഷിക്കുവാൻ എനിക്ക് കഴിയുമെന്ന്. അല്ലേലിയ. അപ്പൊ നീ ഭയപ്പെടേണ്ട എന്ന് ദൈവം
ആമേൻ. നമ്മോട് പറയുന്നു ദൈവം കൂടെയുണ്ടെങ്കിൽ ഹല്ലേലൂയ പുഴു സർപ്പത്തെക്കാൾ ആയുസ്സും ബലവും കൂടുതലുള്ള ജീവിയായി മാറും. ഹല്ലേലൂയ. പുഴുവിനെ കാക്കയ്ക്ക് കൊത്തി തിന്നാം, ചവിട്ടി ഞെരിച്ചു കൊല്ലാം. ഹല്ലേലൂയ സ്തോത്രം. ഈ ആയുസ്സില്ലാത്ത ജീവിയാണ്. അതാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം കൂടെയുണ്ടെങ്കിൽ ഹല്ലേലൂയ മറ്റ് സകലത്തെക്കാൾ ഹല്ലേലൂയ അതിന് ശക്തിയും ബലവും കിട്ടും. എന്താ പറഞ്ഞാൽ ഹല്ലേലൂയ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നീ എത്ര ബലഹീനനാണെന്ന് പറഞ്ഞാലും മറ്റുള്ള സകലത്തെക്കാൾ നിന്നെ ശക്തനാക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന്. ഹല്ലേലൂയ. അപ്പം മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുപക്ഷെ നിനക്ക് കഴിവില്ല, കഴിവുകേടാണ്, കഴിവ് അമില്ല എന്നൊക്കെ പറഞ്ഞ് നീ ഭാഗപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം പറയും നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ വലം കൈ പിടിച്ച് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുക. ഹല്ലേലൂയ. അതേ സ്നേഹിത, നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സ്തോത്രം ഹല്ലേലൂയ നാം സ്തോത്രം സ്തോത്രം ഹോശിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: എഫ്രൈമെ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ ഹല്ലേലൂയ ആത്മേ പോലെയാക്കും? ഞാൻ നിന്നെ എങ്ങനെ സെബോയിമിനെ പോലെ ആക്കി തീർക്കും? എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ ഇളകി മറിയുന്നു, എന്റെ അയോഭാവം ഒക്കെയും ചലിക്കുന്നു. ഇവിടെ എന്ന് എഫ്രൈമിനെ കുറിച്ച് പറയുക. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ അവനെ സ്നേഹിച്ചു എന്നും ഞാൻ എഫ്രൈമിനെ ഹല്ലേലൂയ നടക്കാൻ ശീലിപ്പിച്ചു എന്നും സ്നേഹബന്ധനങ്ങൾ കൊണ്ട് ഹല്ലേലൂയ ഞാൻ അവരെ വലിച്ചു എന്നും എഫ്രൈമെ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും എന്നും മറ്റുമുള്ള പ്രയോഗങ്ങളാൽ ദൈവം സ്നേഹം നിറഞ്ഞ, സ്നേഹം തുളുമ്പുന്ന വാക്കുകളാണ് എഫ്രൈമിനോട് പറയുന്നത്. ഹല്ലേലൂയ. അതേ സ്നേഹിത, സ്നേഹം തുളുമ്പുന്ന വാക്കുകളിലൂടെ ഞാൻ നിന്നെ ശത്രുവിന് വിട്ടുകൊടുക്കയില്ല എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, മരണത്തിനോ പാതാളത്തിനോ ലോകശക്തികൾക്കോ അന്ധകാരങ്ങൾക്കോ മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ വെറുക്കൂത്തുകൾക്കോ ഇവിടുത്തെ ജടികമായ ജീവിതങ്ങൾക്കോ നിന്നെ വിട്ടുകൊടുക്കാതെ ഹല്ലേലൂയ നിന്നെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്ന ദൈവമുണ്ട്. നിന്നെ കാത്തു സൂക്ഷിക്കുവാൻ, നിന്നെ ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ഈ ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അപ്പം ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം തരുന്ന യേശുവിന്റെ ആ കരങ്ങളിൽ നീ സുരക്ഷിതമായി മാറണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്വഭാവി, അല്പസ്നേഹം കിട്ടിയിട്ട് എത്ര നാളുകളായി? സ്നേഹം നീ അനുഭവിച്ചിട്ട് എത്ര നാളുകളായി? സ്നേഹത്തോടുള്ള ഒരു വാക്ക് കേൾക്കുവാൻ, സ്നേഹത്തോടുള്ള ഒരു കരുതൽ കാണുവാൻ ഹല്ലേലൂയ നീ എത്ര നാളുകളായി കൊതിക്കുന്നത്? എന്നും നിനക്ക് പരിഭവങ്ങളും പരിഹാസത്തിന്റെ വാക്കുകളും നിന്ദകളും അപമാനങ്ങളും എന്നും കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ലേ നിന്റെ ജീവിതത്തിലുള്ളത്? ഹല്ലേലൂയ. നീ പലപ്പോഴും നന്മ ചെയ്താലും നിന്നെ കുറ്റപ്പെടുത്തുന്നവരില്ലേ? നീ നല്ലത് ചെയ്താലും നിന്നെ കുറ്റപ്പെടുത്തുന്നവരില്ലേ? ഹല്ലേലൂയ. ആമീൻ. നീ ചെയ്യുന്നതെല്ലാം ചൂണ്ടിക്കാണിച്ച് നിന്നെ കർത്താവ് കളിയാക്കുന്നവരുണ്ടല്ലോ. അതിന്റെയൊക്കെ നടുവിൽ യേശു പറയുകയാണ്, ഞാൻ ഒരിക്കലും നിന്നു പോകാത്ത സ്നേഹമുള്ള ആ സ്നേഹം തന്ന്, വലിയ തീർന്നു പോകാത്ത സ്നേഹം തന്ന്, അവസാനിക്കാത്ത സ്നേഹം തന്ന് നിന്നെ ഞാൻ എന്റെ ഉള്ളകരങ്ങളിൽ വഹിച്ചിരിക്കുകയാണ്. നീ എന്റെ കരങ്ങളിൽ ഭദ്രമാണ്. അതേ സ്നേഹിത, ഈ ലോകം നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിപ്പാൻ യേശുവുണ്ട്. അപ്പൊ യേശു നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സന്തോഷത്തോടെ കാൽവറിയിൽ ഹല്ലേലൂയ ആ പച്ച ഭയമരത്തിൽ തന്റെ കരങ്ങൾ നീട്ടിക്കൊടുത്തത്. ഹല്ലേലൂയ. അവന്റെ കൈകളിൽ കാരിരുമ്പാണി അടിച്ചിറക്കിയതും അവന്റെ മാംസവും അസ്ഥിയും ഹല്ലേലൂയ ഞരമ്പുകളും പൊട്ടിച്ചെതറിയപ്പോഴും ആ വേദനയുടെ നടുവിലും നിനക്ക് പകർന്നു തന്ന സ്നേഹത്തെ നീ തിരിച്ചറിയണം. രക്തം ചെയ്യും. ഇന്ന് പകൽ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നീ ദൈവവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വന്ന് കർത്താവായ യേശുവിന്റെ സ്നേഹം നീ ഏറ്റെടുത്ത് സുരക്ഷിതമായി കർത്താവിന്റെ വരവിൽ നീ ആ നിത്യതയിൽ കാണണം കേട്ടോ. ദൈവരാജ്യത്തിൽ നീ എത്തണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ സുഖലോലുപ ജീവിതങ്ങൾ അനുഭവിച്ച് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ജീവിച്ചിട്ട് അവസാനം മരിച്ച് നീ നിത്യ നരകത്തിലേക്ക് പോയി കിടന്നാത്ത തീയും ചാകാത്ത പുഴുകുള്ള നിത്യ നരകത്തിനകത്ത് നീ കിടന്ന് കഷ്ടം സഹിക്കാതെ ഹല്ലേലൂയ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ യെരൂശലേമിൽ നീ എത്തിച്ചേരണം. പ്രൈസ് ദി ലോർഡ്.
എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നമുക്ക് ആ പുതിയ യെരൂശലേം തരുവാൻ വേണ്ടിയിട്ടാണ്, ആ പുതിയ യെരൂശലേം നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ആ പുതിയ യെരൂശലേമിലെ സകല സൗഭാഗ്യങ്ങളും അനുഭവിപ്പാൻ നിത്യതയിൽ കർത്താവിനോട് കൂടെ വാസം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി ആ മരണം ഏറ്റെടുത്തതും. ഫ്രൈസറോ, നിങ്ങൾ ഈ വേദപുസ്തകത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ചുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് ആ പാദപീഠത്തിൽ നിന്ന് സമർപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യും. പ്രൈസറോ, എത്ര നല്ല സ്നേഹമുള്ളവനാണ് നമ്മുടെ യേശു. നിങ്ങൾക്ക് ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പോലെ സ്നേഹമുള്ള ഒരാളെ കാണിക്കാൻ പറ്റുമോ? അല്ലേ? മനുഷ്യന്റെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ മനുഷ്യനായുള്ള ആരുടെയെങ്കിലും ഇടയില് അല്ലേലിയ ദൈവസ്നേഹത്തെ പോലെ സ്നേഹം പകരുന്ന ഒരാളെ കാണിക്കാൻ കഴിയുമോ? ഒരിക്കലും കാണിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ ആർക്കും അവസാനിക്കാത്ത സ്നേഹമില്ല, തീർന്നു പോകാത്ത സ്നേഹമില്ല, തുളുമ്പുന്ന സ്നേഹമില്ല. എല്ലാം താൽക്കാലികമാണ്. എന്നാൽ അവസാനിക്കാത്ത, തുളുമ്പുന്ന, തീർന്നു പോകാത്ത നിത്യമായ സ്നേഹം തരുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. യേശുവിന്റെ സ്നേഹമാണ് നീ ജീവിക്കുന്നത് കേട്ടോ. പ്രൈസറോ, എനിക്കുള്ള മാതാവി പിതാവ്, എനിക്കുള്ള ശ്രോതാവ്, യേശുവിന്റെ സ്നേഹമാണ് നീ ഈ ഭൂമി ജീവിക്കുന്നത്. അവൻ നിന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ സ്ഥിതി എത്ര കഠിനമായി മാറിയേനെ. രക്തം ചെയ്യും. നിങ്ങൾ ഏത് മതത്തിൽ നിന്നാലും, ഏത് ജാതിയിൽ നിന്നാലും, ഏത് മതങ്ങളെ വിശ്വസിച്ചാലും, ഞാൻ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് പറയട്ടെ, നിന്റെ സൃഷ്ടാവ് യേശുവ, നിന്നെ സ്നേഹിക്കുന്നത് യേശുവ. അല്ലേ? അവനാണ് ജീവനുള്ള ദൈവം. അവനാണ് ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായവൻ. അവനാണ് കൈകാലുകൾ കാരിരുമ്പാണിയാൽ തറയ്ക്കുവാൻ കാണിച്ചു കൊടുത്തവൻ. അല്ലേ? നമ്മുടെ കർത്താവാണ് നിന്റെ പാപം ചുമന്നത് കേട്ടോ. രക്തം ചെയ്യണം. പ്രൈസ്. അതുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തിലേക്ക് വരണം. അപ്പൊ ഇവിടെ പറയുകയാണ്, എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? അതെ, നമ്മളെ ഒരിക്കലും ശത്രുവിന് വിട്ടുകൊടുക്കാതെ, ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന് എതിരെ ഒന്ന് ആമേൻ പറയാമോ? ഒന്ന് സ്തുതിക്കാമോ കർത്താവിനെ? ആമേൻ. ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് ഹൃദയം നുറുങ്ങിയിരിക്കുന്ന എന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നാളുകളായി ഹൃദയം കലങ്ങി വേദനയോടെ കണ്ണുനീരിന് നടുവില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്തിട്ട് ഹല്ലേലൂയ നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തന്ന് ആ സ്നേഹകരങ്ങളിൽ നിന്നെ ഭദ്രമായി സൂക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. എന്നെ കേൾക്കുമ്പോ പ്രൈസലോടാവി, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, പ്രൈസലോ, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ സ്വർഗത്തിലെ സകല അനുഗ്രഹം ദൈവം നിനക്ക് തരുമെന്ന്. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കൈകൾ എന്തിനെയാണ് കുറിക്കുന്നത്? കൈകൾ എന്തിനെ കുറിക്കുന്നു? അതെ, കൈകൾ ഒരു മനുഷ്യന്റെ ഭാവിയെ കുറിക്കുന്നു. അല്ലേരിയ, നമ്മുടെ കൈകൾ എന്തിനെയാണ് കുറിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേരിയ, അങ്ങനെ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കൈകൾ അല്ലേരിയ സ്തോത്രം മനുഷ്യന്റെ ഭാവിയെ കുറിക്കുന്നു. മനുഷ്യൻ തന്റെ ഭാവിയെ കുറിച്ച് അറിയുവാനായി തന്റെ കൈകളെ അല്ലേരിയ പലരുടെയും മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു. മനുഷ്യന്റെ ഭാവിയെ കുറിച്ച് അറിയാൻ വേണ്ടി കൈനോട്ടക്കാരിരിക്കലും സ്തോത്രം അല്ലേരിയ, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ അരികിലും, ജ്യോത്സ്യന്മാരുടെ അരികിലും, ലക്ഷണം പറയുന്നവരുടെ അരികിലും, മന്ത്രവാദികളുടെ അരികിലും ഒക്കെ മനുഷ്യൻ തന്റെ കരങ്ങൾ ചൂണ്ടിക്കാണിക്കും, കരങ്ങൾ നിവർത്തി കാണിക്കും. എന്താ? അവന്റെ ഭാവിയെ കുറിച്ച് അറിയാൻ. അല്ലേരി. അപ്പൊ കൈകൾ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഭാവിയെ കാണിക്കുന്നതാണെന്ന് ലോകപരമായി നമുക്ക് ചിന്തിച്ചാൽ അറിയാം. പക്ഷേ നിന്റെ കരങ്ങൾ, കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന കരങ്ങൾ, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോഗിക്കാനാ. ലോകക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ കൈ കൊണ്ട് കാണിക്കണ്ട. ലോകക്കാരുടെ മുമ്പിൽ നിന്റെ കൈ നീട്ടിക്കൊടുത്ത് നിന്റെ ഭാവിയെ കുറിച്ച് നീ ചോദിക്കാൻ പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി യേശുവിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്ത കരങ്ങളിൽ നീ സുരക്ഷിതനായി മാറണം. അല്ലേലി, നിന്റെ ഭാവിയെ കുറിച്ച് ലോകക്കാര് പറഞ്ഞു തരുന്നതിന് പോഷ്കാണ് നീ തിരിച്ചറിയണം കേട്ടോ. അല്ലേലിയ, ഒരു മന്ത്രവാദിക്കോ, ഒരു ലക്ഷണം പറയുന്നതിനോ, ഒരു ജ്യോത്സ്യനോ, അല്ലേലിയ സ്തോത്രം, ഒരു സ്തോത്ര ശാസ്ത്രജ്ഞനോ നിന്റെ ഭാവിയെ കുറിച്ച് പറയാൻ കഴിയില്ല. നിന്റെ ഭാവിയെ കുറിച്ച് അവസാന തീരുമാനം യേശുവിനോടതാണ്. രക്തം ചെയ്യും. പ്രൈസലോ. പിന്നെ ലോകം പണം ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കും. അല്ലേലിയ സ്തോത്രം. ഒരിക്കൽ എന്റെ കൈ നോക്കിയിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, കർത്താവ് ഉന്നതമായ നിലയിൽ മാനിച്ചനുഗ്രഹിച്ച് അല്ലേലിയ
കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകൾ സമ്പാദിച്ച് വലിയ ഉന്നതനായി ജീവിക്കുന്നൊക്കെ ഒരാൾ പറഞ്ഞു. അല്ലേറിയ ഞാൻ കൈയൊന്നും കാണിച്ചു കൊടുത്തിട്ടല്ല, അതൊക്കെ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതാ. പക്ഷെ ഞാൻ അതിനേക്ക് വെറും നിസ്സാരമായി തള്ളിക്കളഞ്ഞു. കാരണം ദൈവം ഉയർത്താത്തതൊന്നും നമുക്ക് വേണ്ട. അല്ലേ? ദൈവം തരാത്തതും ദൈവം ഉയർത്താത്തതും ദൈവഹിതമല്ലാത്തതൊന്നും ജീവിതത്തിൽ വേണ്ടാത്തത് കൊണ്ട് ഞാൻ ആ വാക്കുകളെയൊക്കെ തള്ളിക്കളഞ്ഞു. പ്രൈസ്. ലോകമല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, കർത്താവാകട്ടോ. പ്രൈസ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും കണ്ണിലൂടെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ കൈകളിൽ പാപം നിറഞ്ഞിരിക്കുന്നുവെന്നാൽ അവന് ഭാവിയില്ല. അല്ലേ? ഒരു മനുഷ്യന്റെ കൈകളിൽ പാപം നിറഞ്ഞതുകൊണ്ട് അവന്റെ ഭാവി തടസ്സപ്പെടും. പാപം അവന്റെ അനുഗ്രഹത്തെ തടഞ്ഞ് ഒടുവിൽ നിത്യ നരകത്തിലേക്ക് അവനെ തള്ളിയിടും. അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കരങ്ങളിൽ പാപം നിറയപ്പെട്ടതാണ് നിന്റെ ഭാവിയെ തടസ്സപ്പെടുത്തും, നിന്റെ അനുഗ്രഹങ്ങളെല്ലാം തടയും, അവസാനം നിന്റെ നിത്യ നരകത്തെ തള്ളിയിടും. അതുകൊണ്ടാണ് നമ്മൾ റോമലേഖനം 6:23 വായിക്കുന്ന, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് എസ്കേൽ 18:20 കാണുന്ന, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് സുഖം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക കാരണം ലഭിക്കുന്ന 28:13 പറയുന്നതും ഈ 3 ദൈവത്തിന്റെ ഭാഗം ചേർത്ത് വായിക്കണം കേട്ടോ. റോമാലേഖനം 6:23, എസ്കേൽ 18:20, സദൃശവാക്യം 28:13 ചേർത്ത് വായിക്കണം. അല്ലേരിയ പാപം നിറഞ്ഞ നിന്റെ കരങ്ങളുണ്ടല്ലോ, ആ കരം നിന്നെ നിത്യ നരകത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. അതേസമയത്ത് പാപം വിട്ടൊഴിഞ്ഞ് പാപത്തെ നീ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരങ്ങളിൽ നീ സുരക്ഷിതമായി കഴിഞ്ഞാൽ നിന്റെ ഭാവിയെ കുറിച്ചുള്ളതെല്ലാം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. നിത്യമായി സ്വർഗത്തിലേക്ക് നീ നയിക്കപ്പെടും. അല്ലേരിയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. മനുഷ്യന്റെ മുമ്പിൽ നിന്റെ ഭാവി നോക്കാൻ നീ പോകരുത് കേട്ടോ. അല്ലേരിയ. സ്വതം. അല്ലേരിയ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ താമസിക്കുന്ന വീടിന്റെ കഥകിൽ ആരോ വന്ന് തട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ കഥക് തുറന്ന് നോക്കിയപ്പോൾ ഒരു സഹോദരനെ കണ്ടു. ആ സഹോദരൻ കുറച്ച് നാളുകൾക്ക് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ സാറിന് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കും. ഞാൻ എന്റെ കാര്യങ്ങളൊന്നും പറയണ്ട, എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ പുസ്തകത്തിലുണ്ട്. എന്റെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട്. എന്റെ ഭാവി തീരുമാനിക്കുന്നത് യേശുവാ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ ഭാവിയെ തീരുമാനിക്കാൻ എന്റെ കാര്യങ്ങളൊന്നും പറയണ്ട. എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കുറിച്ചുള്ള മുഴുവൻ പദ്ധതികൾ സ്വർഗം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ലേലിയ. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതായി, നിന്റെ ഭാവി കാലത്തെക്കുറിച്ച് മുഴുവൻ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിൽ മനുഷ്യന്റെ ആയിരുന്നാലും ഈ ലോകത്തിന്റെ ആയിരുന്നാലും ഭൂതകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും അവരുടെ സ്വതം വർത്തമാന കാലത്തെക്കുറിച്ചും പറയും ദൈവമാണ്. ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും ഇനി ഭാവി കാര്യത്തെക്കുറിച്ച് പറയുന്നത് യേശുവാണ്. അതെല്ലാം വിശുദ്ധ ബൈബിളിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ബൈബിളൊന്ന് വായിക്കാമെങ്കിൽ ലേലിയ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. പ്രൈസ്. നീ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനായി ഭദ്രമായി മാറണം. ഇവിടെ ദൈവത്തിന് വചനം, ഒരു മനുഷ്യന്റെ യൗവനത്തിലെ പാപങ്ങൾ അവന്റെ അസ്ഥികളോട് ചേർന്ന് അവനെ അഗ്നിക്കടലിലേക്ക്, നരകക്കടലിലേക്ക് വലിച്ചുകൊണ്ട് പോകും. ലേലിയ. നിങ്ങളുടെ ജീവിതത്തിലെ പാപം നിങ്ങളിൽ വളർന്നിട്ട്, ആ പാപം നിങ്ങൾ പെരുകിയിട്ട്, അത് നിങ്ങളുടെ അസ്ഥികളോട് ചേർന്ന് നിങ്ങളെ അഗ്നി നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ. പാപം ചെയ്യുന്നവർ ഭൂമിയിൽ സമൃദ്ധിയോടെ ജീവിക്കുന്നത് പോലെ തോന്നിയാലും അന്ത്യം അതിഭയങ്കരമായിരിക്കും, അതിവേദനയായിരിക്കും. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല, ഈ പാപം ചെയ്യുന്നവരൊക്കെ, പാപത്ത് ജീവിക്കുന്നവർ വളരെ ബുദ്ധിമാന്മാരായിട്ടും വളരെ സമ്പന്നരായിട്ടും വളരെ സമൃദ്ധിയോടെ ജീവിക്കുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നിയാലും നമ്മൾ അവരെ കണ്ടൊന്നും പെറുവിറുക്കണ്ടെന്നേ. അവരുടെ അന്ത്യം ഭയങ്കര മഹാവേദന നിറഞ്ഞതായിരിക്കും. അവരുടെ അന്ത്യം നല്ലൊരു സ്തോത്രം ഭയങ്കരമായിരിക്കും. അവന്റെ നിത്യത മഹാവേദനാജനകമായിരിക്കും. പാപത്തിൽ വീണവൻ നിത്യ നരകത്തിലെത്തും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നീ വീണു പോകാതെ, ഈ ലോകത്തിന്റെ പാപ ഇഷ്ടങ്ങളിൽ വീണു പോകാതെ, നിന്റെ നിത്യത മഹാവേദനയായി മാറാതെ നീ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി മാറിക്കൊണ്ട് നിത്യമായ രാജ്യത്തിൽ രാജ്യത്തിൽ സന്തോഷമുള്ളവനായി മാറണം. ലേലിയ. അപ്പം പാപം ചെയ്യുന്നവൻ വളരെ സമൃദ്ധിയോടെ ജീവിക്കുന്നുണ്ടെങ്കിലും അവന്റെ അവസാനം വളരെ കഠിനമായ വേദനയുടെ ആയിരിക്കും.
രക്തം ചെയ്യാം. ലേരിയ ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നത് കാണുന്നത്, പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ലേവ്യ പുസ്തകം 4-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. ലേവ്യ അപ്പം പാപം ചെയ്യുന്നവര് പാപപരിഹാരം ആ കാലഘട്ടത്തിൽ കാളകളെ ലേവ്യ യാഗം കഴിക്കണമായിരുന്നു. അത് പുരോഹിതനായിരുന്നാലും മനുഷ്യനായിരുന്നാലും പാപങ്ങൾക്ക് പരിഹാരമായി വേദപുസ്തകത്തിൽ ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവിടെ യാഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യാഗമെല്ലാം പുതിയ നിയമസഭയോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ അമേലിയ നിഴലായിരുന്നു. ഇവിടെ പുതിയ നിയമസഭയിൽ ക്രിസ്തുവിനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പാപം പരിഹരിക്കുവാൻ യേശു ക്രിസ്തുവിനെ മാത്രമേ മാർഗമുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പ്രാണന് പകരം പ്രാണലൂയ സ്തോത്രം ആമേൻ, പ്രാണൻ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ജീവന് പകരം കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നൊക്കെ പറഞ്ഞ് ആ നിന്നിരുന്നൊരു കാലഘട്ടമാണ്. അതിൽ നിന്നാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ കരങ്ങൾ നമ്മെ സുരക്ഷിതമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പം പ്രാണന് പാപപരിഹാരം നൽകുന്നത് രക്തമാകുന്നു. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ചിന്തിയതിനാൽ, ഹല്ലേലൂയ, അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് അവനിൽ ഉണ്ട് എന്ന് എഫേസ്യ ലേഖനം 1:7 വായിക്കാൻ കഴിയും. അത് പാപങ്ങളുടെ പരിഹാരം യേശുവിന്റെ രക്തത്തിലൂടെ മാത്രമാണ്. കാളകളുടെയോ ആട്ടുകൊറ്റന്മാരുടെയോ പക്ഷികളുടെയോ ഹല്ലേലൂയ ഒന്നും രക്തം കൊണ്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ പാപപരിഹാരമില്ല. ആമേൻ. പാപത്തിന് പരിഹാരം യേശുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം അങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ചെയ്തതിനാൽ അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പം മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം 26-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നുണ്ട്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള രക്തമെന്ന് യേശു ശിഷ്യന്മാരോട് പെസഹ ആചരിക്കുമ്പോൾ യേശു പറയുന്നത് കാണാൻ കഴിയും. അവൻ പാനപാത്രം എടുത്ത് വാഴ്ത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന രക്തത്തിൽ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞു. അനേകരുടെ പാപങ്ങൾ പാപപരിഹാരത്തിനായി ചൊരിയുന്ന ആമേൻ പുതിയ നിയമത്തിലുള്ള രക്തമെന്ന് പറഞ്ഞു. അത് സ്നേഹിത, നിന്റെ പാപത്തെ ക്ഷമിക്കുക, നിന്റെ പാപത്തിന് പരിഹാരം യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഞാൻ വായിച്ച വചനത്തിലേക്ക് ഞാൻ മടങ്ങി വന്നേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വായിച്ച വചനം പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 16-ാമത്തെ വാക്യമാണല്ലോ. ആമേൻ, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മതിലുകൾ ഹല്ലേലൂയ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. സ്നേഹിത, ഉള്ളംകരങ്ങളിൽ നീ കർത്താവിന്റെ ഉള്ളങ്ങളിൽ സുരക്ഷിതമായി നീ ഭദ്രമായി കർത്താവിന് വേണ്ടി ജീവിച്ച് നിത്യതയിൽ നീ സ്വർഗരാജ്യത്തിൽ കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകൽ കർത്താവ് പാപത്തിൽ ജീവിക്കുന്ന സകല ജനത്തെയും ശുദ്ധീകരിപ്പാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. അവന്റെ കരം നമുക്ക് വേണ്ടി കാൽവരിയിൽ നീട്ടിക്കൊടുത്ത് ആ കാര്യങ്ങൾ കാര്യമാണി അടിച്ചിറക്കി അവൻ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ആ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെടണം. എന്റെ കുടുംബത്തിന്റെ പാപങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും രോഗങ്ങളും കഷ്ടതകളും എല്ലാം മാറുവാൻ കർത്താവ് മാറ്റിത്തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? കണ്ണുതിന്റെ നടുവിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കേരളത്തെ 3,46,000 ജനങ്ങളും തലമുറകൾ എണ്ണത്തിൽപ്പെടാത്താണ് അന്യസംസ്ഥാന തൊഴിലാളികൾ. ഇന്ത്യ രാജ്യത്ത് 27 സംസ്ഥാനം 7 കേന്ദ്ര പ്രശ്നം 140 കോടി ജനത്തെ തലമുറ എണ്ണത്തിൽപ്പെടാത്തവരെയും ലോകരാജ്യങ്ങളിൽ 800 കോടിയിലധികം ജനത്തിനായി 7 ഭൂഖണ്ഡങ്ങളായി വസിക്കുന്ന സകല ജനത്തെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ ഗോത്രഭാഗങ്ങളെ ഭരിക്കുന്നവരും ജനത്തെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, ക്രമസമാധാന പാലകർ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, രഹസ്യാന്വേഷണ GPS അതിർത്തികൾ കാക്കുന്നവരെ, കർത്താവിന്റെ പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, കർത്താവ് ജുഡീഷ്യറിയുടെ വിവിധ വകുപ്പുകളെ, കരയിലും കടയിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന, യാത്ര ചെയ്യുന്ന, വാഹന നിർമ്മാണം, സെയിൽസ് ചെയ്യുന്നവരെ, കടലോരവാസികളെ, തീരദേശവാസികളെ, അല്ലെങ്കിൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിലെ ആളുകൾ, കരികൾ, കമ്പനികൾ, ഫാക്ടറികൾ ജോലി ചെയ്യുന്നവർ, വഴിയോര കച്ചവടം ചെയ്യുന്നവരെ, വൻ വ്യാപാരികളെ, കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ, എല്ലാ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നവർ, സകല മേലും, കാർഷിക മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖലയൊക്കെ ആയിരിക്കുന്നവരെ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ കപ്പാലും ജോലി മേഖലയിൽ മരിക്കുന്ന ജനത്തിനായി എല്ലാവരും ടാക്സി ഡ്രൈവേഴ്സ്, എല്ലാ യൂണിയൻ തൊഴിലാളികളെ നീ ഓർക്കുകയാണ്.
ഭരണദേശ പാർട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലേരിയ മതസാമൂഹ്യ സംസ്കാര സംഘടന ചരിത്ര മാധ്യമ മീഡിയ സയന്റിസ്റ്റുകൾ എഞ്ചിനീയർമാരെ വിദേശ രാജ്യങ്ങൾ ജോലിക്കായി കടന്നു കഷ്ടം സഹിക്കുന്ന വേദന കടന്നു പോകുന്ന പീഡന സൗരങ്ങൾ മണരാജ്യ കഷ്ടം സഹിക്കും വിസ നഷ്ടപ്പെട്ടവർ നാട്ടിൽ കടന്നു കഴിയ ഭാരപ്പെടുന്നവർ ദേശത്ത് നിന്ന് മധ്യത്തിന് മയക്കുമാനസിലേക്ക് മദ്യപ്പെട്ടു ക്രിമിനൽ കേസുകൾ ജയിലിൽ കിടക്കുന്നവർ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് വന്ന പാപത്തെ പറഞ്ഞ് പരിഹരിച്ച് കർത്താവിന്റെ കരങ്ങൾ സുരക്ഷിതമായി തീരുമാനിക്കുന്നു. ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരം യുവനത്തിലും തടവറയിലായിരിക്കുന്നവർക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മദ്യത്തിലും മയക്കും പഞ്ചലകരുവാ അനുഭവപ്പെട്ട് കിടക്കുന്ന വിടിവിക്കപ്പെടുവാൻ ഈ അബ്കാരി രോഗികളെ മൈക്രോ രോഗികളെ സന്ദർശിക്കുവാൻ ഇവരെല്ലാം മാനസാന്തരപ്പെടുക ദൈവസ്ഥനിലേക്ക് വണങ്ങിരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ പാപം മുഴുവൻ ലോകത്തന്ത്രയപ്പെട്ട് ജനം മുഴുവൻ നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ പാപവരെ അഗ്നി നരകത്തിലേക്ക് അഗ്നി കടലിലേക്ക് വലിച്ചുകൊണ്ടു പോകുമ്പോൾ അത് ജനം മടങ്ങി വന്ന് കർത്താവെ അങ്ങ് ഒരുക്കുന്ന പുതിയ യെരൂശലേമിൽ ഇവർ ആ പുതിയ യെരൂശലേമിൽ നന്മ അനുഭവിപ്പാൻ ജനത്തിന്റെ ഹൃദയങ്ങൾ ദൈവാത്മാ വിടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ശുദ്ധീകരണം കൊടുക്കണം കർത്താവെ, സകല വകുത്തും എടുക്കണം യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.